വീണുപോയിടത്തു നിന്ന് എഴുന്നേറ്റ് വന്ന് ചരിത്രം കുറിച്ചവരുടെ കഥയാണിത്. ആരും കൊതിച്ച എന്നാൽ ആർക്കും തൊടാൻ കഴിയാതിരുന്ന ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ഇന്ത്യയുടെ അശോകചക്രം പതിഞ്ഞിട്ട് അധികകാലമായില്ല. ഇപ്പോഴിതാ ആ ചരിത്ര നേട്ടത്തിനു മുന്നിൽ ലോകം വീണ്ടും കൈകൂപ്പുകയാണ്. അമേരിക്കൻ മണ്ണിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ പുരസ്കാരങ്ങളിലൊന്ന് നമ്മുടെ ISRO സ്വന്തമാക്കിയിരിക്കുന്നു. അതെ, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എറോനോട്ടിക്സ് ആൻഡ് ആസ്ട്രോനോട്ടിക്സ് നൽകുന്ന ഗോദ്ദാർഡ് ആസ്ട്രോനോട്ടിക് അവാർഡ് ഇനി നമ്മുടെ ISROയ്ക്ക് സ്വന്തം. നാസയുടെ പ്രമുഖ ശാസ്ത്രജ്ഞർക്കും ജെഫ് ബെസോസിനെ പോലെയുള്ളവർക്കുമൊക്കെ മുൻപ് ലഭിച്ചിട്ടുള്ള ലോകമാദരിക്കുന്ന ഏറ്റവും പരമോന്നത ബഹുമതി. ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ലോകത്താദ്യമായി ഒരു പേടകമിറക്കി പ്രപഞ്ച രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഭാരതത്തിൻ്റെ ശാസ്ത്രക്കുതിപ്പിനുള്ള ആഗോള അംഗീകാരമാണിത്. ഒരു കാലത്ത് റോക്കറ്റുകളുടെ ഭാഗങ്ങൾ സൈക്കിളിലും കാളവണ്ടിയിലുമൊക്കെ ചുമന്ന ഒരു ഭൂതകാലമുണ്ടായിരുന്നു നമുക്ക്. പാശ്ചാത്യ രാജ്യങ്ങൾ പരിഹസിച്ചപ്പോഴും സാങ്കേതിക വിദ്യകൾ തരാൻ മടിച്ചപ്പോഴും നമ്മുടെ ശാസ്ത്രജ്ഞർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ഭാരതത്തിൻ്റെ ത്രിവർണ്ണ പതാക പ്രപഞ്ചത്തിൻ്റെ നെറുകയിലെത്തിക്കുക എന്നത്. ബജറ്റ് കുറവാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയവരുടെ മുന്നിലാണ് ഹോളിവുഡ് സിനിമകളുടെ ചെലവ് പോലുമില്ലാതെ ചന്ദ്രനെ നമ്മൾ കൈപ്പിടിയിലൊതുക്കിയത്. ഈ പുരസ്കാരം വെറുമൊരു ട്രോഫി മാത്രമല്ല. 2047 സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കാനും മനുഷ്യനെ ചന്ദ്രനിലിറക്കാനുമുള്ള ഇന്ത്യയുടെ സ്പേസ് വിഷനുള്ള ലോകത്തിൻ്റെ പച്ചക്കൊടിയാണ്. നാളെ ചൊവ്വയിലും ശുക്രനിലും വരാനിരിക്കുന്ന ആഴക്കടൽ ദൗത്യങ്ങളിലും ഇനി ലോകത്തെ നയിക്കാൻ പോകുന്നത് ഭാരതമായിരിക്കും. തോൽവികളിൽ നിന്ന് തളരാതെ പരിമിതികളെ പ്രതിഭ കൊണ്ട് തോൽപ്പിച്ച നമ്മുടെ ശാസ്ത്രജ്ഞർക്ക് ഭാരതത്തിൻ്റെ അഭിമാനത്തിന് ഒരു ബിഗ് സല്യൂട്ട്. ഈ അഭിമാന നിമിഷം ഓരോ ഇന്ത്യക്കാരിലും എത്തിക്കാൻ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യൂ. ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ഫോളോ ചെയ്യുക.